രാവിലെ എണീച്ച് അപ്പാപ്പൊക്കെ തിന്നിട്ട് കുറിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി ഞാൻ നേരെ ഇന്ന് പോകുന്നത് എൻ്റെ അത്തച്ചിയിലൂടെ തിരുവല്ല വരെയാണ്. അപ്പം എനിക്ക് കുടിച്ചാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ സ്കോർപ്പിയോ വണ്ടി എടുത്ത് ഞാനത് ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് വെണ്ണക്കുളത്തെ ഒരു ബാങ്കിലോട്ടാണ്. ബാങ്കിൽ പോയിട്ട് ഞങ്ങൾ നേരെ അച്ചുകുലത്തായൊക്കെ കയറ്റിയിട്ട് നേരെ ഞങ്ങൾ തിരുവല്ലായി മാഹേൻ എന്ന് പറഞ്ഞൊരു വസ്ത്രപ്പിലോട്ടാണ് പോയത്. എന്തിനാണ് അവിടെ പോയെന്ന് പറ്റി ഞങ്ങൾ പുതിയ ടയർ ഇട്ടപ്പം അതിൻ്റെ ബമ്പറിൽ തട്ടുന്നതുകൊണ്ട് അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഈ പജീറ വണ്ടിയൊക്കെ അവിടെ കേൾക്കുന്നത് ഞങ്ങൾ കണ്ടത്. അപ്പം ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ വണ്ടികളാണ് കൂടുതൽ ഇവിടെ പണിയുന്നത്. ഇത് ഫുൾ റീസ്റ്റാറൊക്കെ ചെയ്യാൻ നിൽക്കുന്ന മഹീന്ദ്ര സ്കോർപ്പിയോയും ബൊലേറോയും ആണ്. ആ വർക്ക്ഷോപ്പിന്റെ തൊട്ടു മുന്നിൽ തന്നെ നല്ലൊരു കാർത്തിക കാർ വാഷ് എന്ന് പറഞ്ഞൊരു സർവീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട്. അപ്പം ഈ പിക്കപ്പ് ഉന്തിക്കൊണ്ട് വരുന്ന ദീപക് ചേട്ടനും ഒക്കെയാണ് ഈ വർക്ക്ഷോപ്പിന്റെ മുതലാളി. അങ്ങനെ നമ്മൾ വണ്ടി ശരിയാക്കാനായിട്ട് ദീപക് ചേട്ടനെ ആളെ പറഞ്ഞു വിട്ടു. അങ്ങനെ ബമ്പറൊക്കെ അയച്ചിട്ട് നമ്മൾ വണ്ടി ശരിയാക്കുന്ന ഫണ്ട് കൊണ്ട് അവിടെ നിന്നു. അപ്പോൾ വേറൊരു ചേട്ടൻ വന്ന് ഇത് കട്ടൊക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കി തരുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടയർ തട്ടത്ത പോർഷനൊക്കെ അവർ നൈസായിട്ട് ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല രീതിയിൽ പുട്ടിയൊക്കെ ഇട്ടിട്ട് അവർ വീണ്ടും നമ്മുടെ ബമ്പർ റീസെറ്റ് ചെയ്ത് തന്നു. ആ റീസെറ്റ് ചെയ്ത് തന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും അത്തച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ വണ്ടിയൊന്നുമില്ല ഓടിച്ചു നോക്കി. എന്നിട്ട് എങ്ങും തട്ടുന്നില്ല എന്ന് ബോധ്യമായതിനു ശേഷം ചെറിയ ചെറിയ പരിപാടിക്ക് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ഈ പജീറോ വണ്ടി എന്ത് രസമായത് കാണാൻ, നല്ല അടിപൊളി, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നതാണെന്ന് അത്തച്ചി പറഞ്ഞു. അപ്പം നമ്മൾ ഒരു ജീപ്പിൽ കയറിയിട്ട് ഞാൻ കുറച്ചു നേരം അവള് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പൈസയൊക്കെ കൊടുത്തു വലിയ പോലി ചെയ്സ് ആദ്യം പോലെ പണിയുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ എന്തുമാത്രം അണ്ടിപ്രാന്തനായിട്ടാണ് ഇവ ഈ ചെയ്സ് പറയുന്നത് ഞങ്ങൾ കൊടുത്തു. എന്നിട്ട് നമുക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്താണ്. അപ്പോഴത്തേന് അച്ചുകൊച്ചിട്ട വണ്ടിയൊക്കെ എടുത്ത് ഞമ്മൾ വണ്ടിക്കകത്ത് കയറി നേരെ വീട്ടിൽ പോയിരുന്നു.